നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ആയുധം താഴെ വെച്ചാൽ ഹമാസ് നേതാക്കളെ ഗാസ വിടാൻ അനുവദിക്കാമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഹമാസിന് മേലുള്ള സൈനിക സമ്മർദ്ദം ഫലം കാണുന്നതായും നെതന്യാഹു അവകാശപ്പെട്ടു. സൈനിക സമ്മർദ്ദം ഹമാസിന്റെ സൈനിക ഭരണനിർവഹണ ശേഷിയെ തകർക്കുന്നു. ഇത് ബന്ദികളെ മോചിപ്പിക്കാനുള്ള സാഹചര്യമുണ്ടാക്കും. വെടിനിർത്തലിനായുള്ള ഇസ്രയേൽ നിർദ്ദേശങ്ങളെ ഹമാസ് തള്ളിക്കളഞ്ഞുവെങ്കിലും ചർച്ചകൾ തുടരുന്നതായും നെതന്യാഹു പറഞ്ഞു. വെടിനിർത്തൽ കരാറിന്റെ അവസാനഘട്ട ചർച്ചകൾക്കായി ഞങ്ങൾ തയ്യാറാണ്. ഹമാസ് ആയുധം താഴെ വയ്ക്കും. അവരുടെ നേതാക്കളെ പോകാൻ അനുവദിക്കും. ഗാസ മുനമ്പിന്റെ പൊതുവായ സുരക്ഷ ഞങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്യും. ട്രംപിന്റെ നിർദ്ദേശമായ സ്വമേധയായുള്ള കുടിയൊഴിപ്പിക്കൽ നടപ്പാക്കും. ഇതായിരുന്നു നെതന്യാഹുവിന്റെ വാക്കുകൾ. ഇതേസമയം ഗാസയുടെ ഭരണത്തിൽ തന്നെ തുടരണമെന്ന ഒരു വാശിയും തങ്ങൾക്കില്ല എന്നാണ് ഹമാസ് വക്താവ് അബ്ദുൽ ലത്തീഫ് ഖാനൂൻ വ്യക്തമാക്കിയിരുന്നത്. അതിന് പിറ്റേ ദിവസമാണ് ജബലിയ ക്യാമ്പിൽ അബ്ദുൽ ലത്തീഫ് ഖാനൂൻ താമസിച്ചിരുന്ന ടെന്റിനു നേരെയുണ്ടായ ഇസ്രയേൽ ആക്രമണത്തിൽ ഇയാൾ കൊല്ലപ്പെടുന്നതും. വെടിനിർത്തൽ കാലാവധി അവസാനിച്ചതിനു പിന്നാലെ ഗാസയിൽ തലങ്ങും വിലങ്ങും ആക്രമണം നടത്തുകയാണ് ഇസ്രായേൽ. മുതിർന്ന ഹമാസ് നേതാവ് ഇസ്മായിൽ ബഖൂം, പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം സലാഹ് അൽ ബർദാവിൽ, പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് സായുധ വിഭാഗമായ അൽഖുദ്സ് ബ്രിഗേഡ്സിന്റെ സൈനിക വക്താവ് അബു ഹംസ എന്ന നാജി അബു സെയ്ഫ്, ഇസാം ദാലിസ്, അബ്ദുൽ ലത്തീഫ് അൽ ഖനോ തുടങ്ങിയവർ അടുത്ത ദിവസങ്ങളിൽ ഇസ്രയേൽ കൊലപ്പെടുത്തിയ നേതാക്കളാണ്. ഒരു വർഷത്തിനിടെ ഹമാസിന്റെ ഉന്നത രാഷ്ട്രീയ സമിതിയിലെ 20 അംഗങ്ങളിൽ 11 പേരെയും ഇസ്രയേൽ കൊലപ്പെടുത്തി. മധ്യസ്ഥരായ ഈജിപ്തിൽ നിന്നും ഖത്തറിൽ നിന്നും പുതിയ വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കുന്നതായി ഹമാസ് അറിയിച്ചു. 50 ദിവസത്തെ വെടിനിർത്തലിന് പകരമായി ഹമാസ് 5 ബന്ദികളെ മോചിപ്പിക്കണമെന്നതാണ് കരാർ. എന്നാൽ ഇസ്രയേൽ എതിർ നിർദ്ദേശം നൽകിയതായാണ് റിപ്പോർട്ട്. മൂന്നാമത്തെ മധ്യസ്ഥ ചർച്ചക്കാരനായ അമേരിക്കയുടെ പൂർണ്ണ ഏകോപനത്തിനുള്ള നിർദ്ദേശമാണ് മുന്നോട്ട് വച്ചത്. എന്നാൽ അതിന്റെ വിശദാംശങ്ങൾ ലഭ്യമല്ല. മധ്യസ്ഥരിൽ നിന്ന് ലഭിച്ച നിർദ്ദേശത്തിനനുസരിച്ച് പ്രധാനമന്ത്രി നെതന്യാഹു നിരവധി കൂടിയാലോചനകൾ നടത്തിയതിനു ശേഷമാണ് ഇത് അറിയിച്ചത്. ഇതേസമയം ഇരുവിഭാഗവും അംഗീകരിക്കുന്ന പക്ഷം ഈദുൽ ഫിത്തറിനോടനുബന്ധിച്ചുള്ള ഞായറാഴ്ച മുതൽ രണ്ടാം വെടിനിർത്തൽ ആരംഭിക്കും എന്ന് പറയുന്നു. ഇസ്രയേൽ അപ്രതീക്ഷിതമായി ആക്രമണം പുനരാരംഭിച്ചതിനെ തുടർന്ന് പ്രതിസന്ധിയിലായ വെടിനിർത്തൽ വീണ്ടും ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ ഈ ആഴ്ചയുടെ തുടക്കത്തിലാണ് ഈജിപ്ത് നിർദ്ദേശം മുന്നോട്ട് വച്ചത്. ഗാസയിലെ ഹമാസിന്റെ നേതാവ് അലീൽ അൽഹയ്യ ഇത് അംഗീകരിക്കുകയും ചെയ്തു. ഇസ്രയേൽ ഗസയിലേക്ക് സഹായം അനുവദിക്കുകയും വെടിനിർത്തലിന് താൽക്കാലിക വിരാമം കൊണ്ടുവരികയും ചെയ്താൽ ഇതിനു പകരമായി ഗസയിൽ നിന്ന് ഒരു അമേരിക്കൻ, ഇസ്രയേലി ഉൾപ്പെടെ 5 ജീവനുള്ള ബന്ദികളെ മോചിപ്പിക്കുമെന്നാണ് ഹമാസ് അറിയിച്ചിട്ടുള്ളത്. 1.5 ആഴ്ച മുമ്പ് ഇസ്രയേൽ ഹമാസുമായുള്ള വെടിനിർത്തൽ അവസാനിപ്പിച്ച് അപ്രതീക്ഷിതമായ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഹമാസ് ഇപ്പോഴും കൈവശം വെച്ചിരിക്കുന്ന 59 ബന്ദികളെ, അവരിൽ 24 പേരെങ്കിലും ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. ഇത്രയും ബന്ദികളെ തിരികെ നൽകുന്നതുവരെ യുദ്ധം രൂക്ഷമാക്കുമെന്നാണ് ഇസ്രയേൽ പ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. ഹമാസ് അധികാരം ഉപേക്ഷിക്കുകയും നിരായുധീകരിക്കുകയും നേതാക്കളെ നാടുകടത്തുകയും ചെയ്യണമെന്നാണ് ഇസ്രയേൽ വ്യക്തമാക്കുന്നത്. ഇതിനായി ഈജിപ്തിന്റെ അതിർത്തിക്കടുത്തുള്ള ഗസയിലെ തെക്കൻ നഗരമായ റാഫയിൽ ഇസ്രയേൽ തങ്ങളുടെ കരപ്രവർത്തനങ്ങൾ വിപുലീകരിച്ചിട്ടുണ്ട്. ഇതിനിടെ യുദ്ധത്തിനെതിരെ ഇസ്രയേൽ ഭരണകൂടത്തിനെതിരെയും ജൂതവംശജരുടെ പ്രതിഷേധം തുടരുകയും ചെയ്യുന്നു. നിങ്ങളുടെ യുദ്ധത്തിന്റെ വില ബന്ദികളുടെ ജീവനാണ്. പ്രതിഷേധക്കാർ ടെല്ലവീവിൽ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുന്നത് ഇങ്ങനെയാണ്: പോലീസുമായി ചെറിയ സംഘർഷങ്ങളും ഉണ്ടാകുന്നുണ്ട്. യുദ്ധം നമ്മുടെ ബന്ദികളെ വീട്ടിലേക്ക് കൊണ്ടുവരില്ല, അത് അവരെ കൊല്ലുമെന്ന് മരിച്ച ബന്ദിയായ ഇറ്റേ സുർസ്കിയുടെ ബന്ധു ടെല്ലവീവിൽ ആഴ്ചതോറുമുള്ള കുടുംബങ്ങളുടെ ഒത്തുചേരലിൽ പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ഹമാസിന് മുന്നിൽ മുട്ടുമടക്കുന്നത് കൂടുതൽ വലിയ പ്രത്യാഘാതങ്ങൾക്ക് വഴി തുറക്കുമെന്നാണ് നെതന്യാഹുവിന്റെ പക്ഷം. ഗിലാദ് ഷാലിദ് എന്ന ഒരൊറ്റ സൈനികനെ തിരികെ ലഭിക്കാൻ 1027 ഹമാസ് തടവുകാരെയാണ് ഇസ്രയേൽ മുൻപ് മോചിപ്പിച്ചത്. അതിൽപ്പെട്ട ഒരാളായിരുന്നു യഹ്യ സിൻവർ എന്ന തീവ്രവാദി. യഹ്യ സിൻവറാണ് ഒക്ടോബർ 7 ആക്രമണങ്ങളുടെ അടക്കം സൂത്രധാരനായതും. 1ാം ഘട്ട വെടിനിർത്തലിന്റെ ഭാഗമായി 25 ബന്ദികളെയാണ് ഹമാസ് വിട്ടുകൊടുത്തത്. എന്നാൽ ഇസ്രയേൽ കൈമാറിയതാകട്ടെ തങ്ങളുടെ ജയിലിൽ കഴിയുന്ന 1800ഓളം ഹമാസ് തടവുകാരെയാണ്. ഇവരിൽ പലരും തന്നെ നാളെ യഹ്യ സിൻവർ ആകുമെന്ന് ആ യഹൂദ രാഷ്ട്രത്തിന് നന്നായി അറിയുകയും ചെയ്യും. പക്ഷേ അവർക്ക് മുന്നിൽ മറ്റു വഴികളൊന്നും ഇല്ല. ഹമാസ് വിട്ടുകൊടുക്കുന്നത് തീർത്തും നിരപരാധികളായ സിവിലിയൻസിനെയാണ്. എന്നാൽ അതേസമയം തന്നെ ഇസ്രയേൽ വിട്ടുകൊടുക്കുന്നത് കൊടും കുറ്റവാളികളെയും. ഒരു സംഗീത നിശ ആസ്വദിച്ച് സുഖമായി കഴിഞ്ഞിരുന്ന പാവങ്ങളെയാണ് 2023 ഒക്ടോബർ 7 ഹമാസ് തട്ടിക്കൊണ്ടുവന്ന് ബന്ദിയാക്കിയത്. ഇവരെ തിരിച്ചുകിട്ടാൻ പക്ഷേ ഇസ്രയേലിന് കൊടുക്കേണ്ടി വരുന്നത് നേരത്തെ തങ്ങളുടെ രാജ്യത്തിനെതിരെ കലാപം നയിച്ച ക്രിമിനലുകളെയാണ്.
ആ തീവ്രവാദികൾ നെഞ്ചുവിരിച്ച് തക്ബീർ മുഴക്കി തങ്ങളെ വെല്ലുവിളിച്ചു കടന്നുപോകുമ്പോൾ അവർ അമർഷം അടക്കിപ്പിടിക്കുകയാണ്. തങ്ങളുടെ ഒരു പൗരനെയെങ്കിലും ജീവനോടെ വിട്ടുകെട്ടുമെന്നുള്ള ആശ്വാസത്തിലാണ് നെതന്യാഹുവും സംഘവും ഇവരുടെ പോർവിളികൾ സഹിക്കുന്നത്. ഓരോ തടവുകാരനെയും വിട്ടുകിട്ടുമ്പോൾ ഹമാസ് നടത്തിയ പ്രകടനം ഇസ്രയേലിനെ പ്രകോപിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളത് തന്നെയായിരുന്നു. സൈനിക യൂണിഫോമുകളിട്ട് മുദ്രാവാക്യങ്ങൾ മുഴക്കി ഭീതിതമായ അന്തരീക്ഷമുണ്ടാക്കി കൈമാറിയ 8 ബന്ദികളുടെ മൃതദേഹങ്ങൾ വെച്ചുപോലും ഹമാസ് പരേഡുകൾ നടത്തിയിരുന്നു. എന്നാൽ ഈ സൈനിക പരേഡുകൾ പലസ്തീൻ സായുധ വിഭാഗങ്ങളിൽ നിന്നുള്ള പോരാളികളെയും ഫീൽഡ് കമാൻഡർമാരെയും കണ്ടെത്താൻ ഇസ്രയേലിനെ സഹായിക്കുകയും ചെയ്തു. ഇതിനോടൊപ്പമാണ് വെടിനിർത്തലിന്റെ മറവിൽ ഹമാസ് വീണ്ടും ശക്തി പ്രാപിക്കുകയാണെന്നും റോക്കറ്റുകളും മോട്ടോറുകളും ഗസയിലെ തുരങ്കങ്ങളിൽ വീണ്ടും നിർമ്മാണം തുടങ്ങിയെന്നുമുള്ള റിപ്പോർട്ട് കിട്ടുന്നത്. പരേഡുകളിൽ പങ്കെടുത്ത വാഹനങ്ങളെ അടുത്ത ദിവസങ്ങളിൽ ഇസ്രയേൽ പിന്തുടർന്ന് ആക്രമിക്കുകയും ചെയ്തു. ഹമാസിന്റെ പരേഡുകളിൽ പങ്കെടുത്ത 100-ലധികം വാഹനങ്ങളാണ് ആക്രമിക്കപ്പെട്ടത്. ഇവയിൽ ചിലത് 2023 ഒക്ടോബർ 7 ആക്രമണങ്ങളിൽ പങ്കെടുത്തവയുമായിരുന്നു. ഇസ്രയേലി ബന്ദികളെ കൈമാറുന്നതിൽ പങ്കെടുത്ത ഏതാനും അൽഗസാം ബ്രിഗേഡ്സ് ഫീൽഡ് കമാൻഡർമാരെ ലക്ഷ്യം വെച്ച് ഇസ്രയേൽ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. അടുത്ത ഘട്ടത്തിനായുള്ള തയ്യാറെടുപ്പിനായി അണികളെ പുനഃക്രമീകരിക്കാനുള്ള ശ്രമത്തിനിടെയാണ് ചില നേതാക്കളെ ഇസ്രയേൽ കണ്ടെത്തി വധിച്ചത്. പൊളിറ്റിക്കൽ ബ്യൂറോ അംഗങ്ങളെയും മറ്റു നേതാക്കളെയും അവരുടെ ശക്തമായ പ്രവർത്തനം നിരീക്ഷിച്ചു തന്നെയാണ് ഇസ്രയേൽ കൊലപ്പെടുത്തിയതെന്നും ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു. വെടിനിർത്തൽ സമയത്ത് ഇസ്രയേൽ രഹസ്യാന്വേഷണ ശ്രമങ്ങൾ ശക്തമാക്കിയിരുന്നു. തങ്ങൾ അന്വേഷിക്കുന്ന വ്യക്തികളെ കണ്ടെത്താനായി നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ചാരവിമാനങ്ങൾ വരെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഡ്രോണുകൾ ഉപയോഗിച്ച് വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ചെറിയ ചാര ഉപകരണങ്ങൾ ഗാസയിൽ വർഷിച്ചതും യുദ്ധകാലത്ത് ഗാസയിലെ വിവിധ പ്രദേശങ്ങളിൽ ഇസ്രയേൽ കരസേന നടത്തിയ റെയ്ഡുകളിൽ നിരവധി ചാര ഉപകരണങ്ങളും ക്യാമറകളും സ്ഥാപിച്ചതും ഹമാസ് നേതാക്കളെ കൊലപ്പെടുത്താൻ ഇസ്രയേലിനെ സഹായിച്ചു. ഇക്കൂട്ടത്തിൽപ്പെട്ട നിരവധി ചാര ഉപകരണങ്ങളും ക്യാമറകളും ഇപ്പോഴും ഗാസയിലുടനീളം പ്രവർത്തിക്കുന്നുമുണ്ട്. ഇനിയിപ്പോൾ ആയുധം വെച്ച് കീഴടങ്ങുകയല്ലാതെ ഹമാസിന് മറ്റു വഴികളൊന്നും തന്നെയില്ല. ഇതിനിടെ 4 ആഴ്ചയിലേറെ ഭക്ഷ്യവസ്തുക്കളുടെ വിതരണം ഇസ്രയേൽ തടഞ്ഞിരിക്കുന്നതിനാൽ ഗാസയിലെ ഈദുൽ ഫിത്തർ പട്ടിണിയുടെ നടുവിലാണ്. കനത്ത ബോംബിംഗ് തുടരുന്നതിനാൽ ജീവകാരുണ്യ പ്രവർത്തകർക്കും സഞ്ചരിക്കാനാവാത്ത സ്ഥിതിയാണെന്ന് UN പറയുന്നു. കഷ്ടിച്ച് 2 ആഴ്ചയ്ക്കുള്ള ധാന്യശേഖരണം മാത്രമാണ് ശേഷിക്കുന്നതെന്ന് UNന്റെ വേൾഡ് ഫുഡ് പ്രോഗ്രാം അറിയിച്ചു. പ്രതിദിനം 8 ലക്ഷം പേർക്കാണ് UN ഏജൻസി ഗാസയിൽ സഹായം എത്തിക്കുന്നത്. എന്നാൽ ഗാസയിൽ ശേഷിക്കുന്നത് ഹമാസ് അനുകൂലികൾ മാത്രമാണെന്നാണ് IDF വ്യക്തമാക്കുന്നത്. മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്തും ഖത്തറും കഴിഞ്ഞയാഴ്ച മുന്നോട്ട് വെച്ച പുതിയ വെടിനിർത്തൽ പദ്ധതി അംഗീകരിച്ചതായി ഹമാസ് പ്രസ്താവിച്ചിട്ടുണ്ട്. എന്നാൽ US പിന്തുണയോടെ ബദൽ പദ്ധതിയുമായി ഇസ്രയേലും രംഗത്തെത്തി. ഇതോടെ നിലവിലെ സമാധാന ശ്രമങ്ങൾ അവതാളത്തിലായിരിക്കുകയാണ്. ബദൽ പദ്ധതിയുടെ വിശദാംശങ്ങൾ ഇസ്രയേൽ പറഞ്ഞിട്ടുമില്ല. ഇതിനിടെ അന്തിമ വെടിനിർത്തലിന് ഹമാസ് ആയുധം വെച്ചു കീഴടങ്ങുകയും ഗാസയുടെ സുരക്ഷ ഇസ്രയേലിന് കൈമാറുകയും ചെയ്യണമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഹമാസിന്റെ അധികാരമില്ലാത്ത ഗാസ വിദൂരമല്ല. ഇസ്രയേലികൾക്കും പലസ്തീനികൾക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന രാഷ്ട്രീയ ഒത്തുതീർപ്പിനുള്ള അവസരമാണ് ഗാസയിൽ ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. ഈ ലക്ഷ്യങ്ങളെല്ലാം നേടുന്നതിൽ ഏറ്റവും വലിയ വിലങ്ങുതടിയായിരുന്ന ഹമാസ് നേതാക്കളെ പിന്തുടർന്ന് വധിക്കുകയാണ് IDF. ആയുധം വെച്ച് കീഴടങ്ങിയാൽ ജീവൻ ബാക്കി നൽകാം എന്നാണ് ഇപ്പോൾ നെതന്യാഹു ഹമാസിന് നൽകിയിട്ടുള്ള അവസാന ഓഫർ. മലയാളി വാർത്ത ഇൻസൈഡ്.